ഓ ഗായ്സ്, എന്താ അവസ്ഥ? അപ്പോ നമ്മളെ യൂട്യൂബ് ചാനലിലത്തെ ആദ്യത്തെ വീഡിയോ ആണിത്. പിന്നെ അപ്പൊ ആദ്യത്തെ വീഡിയോ ആണ്. നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല്, ഇന്ന് നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഒരു മലേന്റെ മേലെ പോകുന്ന വഴിയാണ്. നമ്മള് ബൈക്കിലാണ് പോകുന്നത്. ഇതാരാ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രകാശൻ. ഓക്കെ. അപ്പോ നമ്മളിപ്പോ തലപ്പുഴ ഭാഗത്തുള്ളത്. തലപ്പുഴ മുനീശ്വരൻ കുന്നിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ സ്ഥലം എസ് വളവാണ്. ഇവിടുത്തെ വളവ് എസ് പോലെയൊക്കെ ഉള്ളതെന്നൊക്കെയാണ് പറയുന്നത്. ആർക്കറിയാം, ആ എസ് പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊരു വളവ്, ഈ വളവ് കഴിഞ്ഞിട്ട് അടുത്ത വളവ്, അവിടെ നിന്ന് വരുമ്പോ ഒരു വളവുണ്ട്. ഇന്നലെ ലേശം മഴ കുറവുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ ലേശം ചെറിയ വെയിലൊക്കെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇനിയിപ്പോ പണി പാടുവോന്ന് അറിയില്ല. മഴ ചാടി തുടങ്ങിയിട്ടുണ്ട്. അതാ മഴ പെയ്യുന്നു ഗൈസ്. അങ്ങോട്ടേക്ക് ഫുള്ള് മഴയാന്നാ തോന്നുന്നത്. തുടങ്ങി. ഓ സീനാണ്. അതവിടൊക്കെ മൂടി, ഇതെല്ലാം മൂടി തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും മലേന്റെ മേളിലൊന്നും കാണാൻ ചാൻസ് ഇല്ല. കണ്ടിട്ടാണെങ്കിൽ മുടി പോയിട്ട് വെള്ളം. തലപ്പുഴ ടൗൺ എത്തി. തലപ്പുഴ ടൗണിന്ന് എങ്ങോട്ടാ റോഡ് എനിക്കറിയില്ല. ഇവനെ അറിയൂ, റോഡ് ഇവനെ അറിയൂ. കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പോയായിരുന്നു. അവിടെ പോയപ്പോ ഫുള്ള് കാറ്റ്. ഇപ്പൊ എന്തായിരുന്നു, റെഡ് അലേർട്ട് അല്ലേ? അതാ ഇവിടെ നിന്നാണ് നമ്മളെ തിരിയുന്നത്. ഈ വഴിയൊക്കെ മൊത്തം കോടയാട്ടോ. ചേട്ടൻ നടന്നു പോകുന്നുണ്ട്. ഗൈസ്, മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്തിട്ട് ക്യാമറയിലെല്ലാം വെള്ളമായിട്ട് അലമ്പായിക്കൊണ്ട്. നല്ല കപ്പത്തോട്ടം, വാഴത്തോട്ടം, കുറെ വാഴ ഈ കഴിഞ്ഞ കാറ്റിലൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഭയങ്കര നഷ്ടമാണ്. ഒരു പശു, പക്ഷെ മൊത്തം കോടയാണ്. വൈബ് വേറെയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഊട്ടിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല അല്ലെ? ഒരാവശ്യമില്ല. ഇവിടെ തന്നെ ഇഷ്ടം പോലെ സ്ഥലം. തലപ്പുഴയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ ഇങ്ങോട്ട്? 4 കിലോമീറ്റർ ഉണ്ടാവുന്നോ? അതാ ഗൈസ് മല. ആ മലയിലേക്കല്ലേ നമ്മൾ പോകുന്നേ? ആ മലയിലേക്കാണോ? സെയിം സീനറിയാണ്, പക്ഷെ കോടയുള്ളതുകൊണ്ട് അവസ്ഥ അറിയില്ല. ഇതാണ് മുനീശ്വരൻ കുന്നിലേക്കുള്ള എൻട്രൻസ്. ഇപ്പൊ പോയാ ഇത് വമ്പം കയറ്റാണ്. ഇനി ഇവിടെ ആദ്യം ഈ കോൺക്രീറ്റ് ഒന്നും ഇല്ലായിരുന്നു. കോൺക്രീറ്റ് ഒന്നും ഇല്ലാതെ ഫുള്ള് കല്ല്. അപ്പൊ ഒക്കെ ഫുൾ ഓഫ് റോഡൊക്കെ കളിക്കാൻ വേണ്ടി കുറെ പേരോട് വരും. ഇവിടെ ഒരു വ്യൂ ഉണ്ട്. നമ്മളെത്തി. ഇതാണ് മുനീശ്വരൻ കുന്ന്. നേരെ പുലിയൊക്കെ ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇവിടെ ടിക്കറ്റ് എടുക്കുന്നത് പോകുന്നത് അപ്പുറത്താണ്. അതിൻ്റെ ഉള്ളിൽ കൂടി പോകണം. അപ്പോൾ പുലീൻ്റെ കവാടം കണ്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടി. പിന്നെ ടിക്കറ്റ് എടുക്കാണ്ട് നമുക്ക് ഇതിൽ കൂടെ ഒക്കെ നോക്കാം. നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം. ഇല്ല ഇതാട്ടോ ഗൈസ് വഴി. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകണം. നമ്മളിനി കാടെല്ലാം താണ്ടി ഉഷാറാക്കണം. ഈ മുടി നിൽക്കുന്നില്ല ഹെൽമെറ്റ് ഇട്ടുകൊണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകണമല്ലോ. നമ്മൾ കാട് താണ്ടി പുല്ല് താണ്ടി പോണം. പ്രകാശം താണ്ടി വരുന്നുണ്ട്. അയ്യോ, പോയാലേ. ഇവൻ ക്ലാസ്സിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്.
ക്ലാസ് പോകേണ്ടത് മലേന്റെ മേലെ വന്നിട്ടുണ്ട്. അതാ ഗൈസ് ഇവിടുത്തെ ഒരു വ്യൂ. പക്ഷെ ഇത് ഫോണിൽ അങ്ങനെ കിട്ടുന്നില്ല ഗൈസ്. കുറച്ച് നടക്കണം. നടന്ന് നമ്മളിങ്ങനെ ഹൈറ്റിലൊക്കെ എത്തി. നടന്ന് നമ്മളിങ്ങനെ ഹൈറ്റിലെത്തിയിട്ട് ഒരു വ്യൂ കിട്ടുമ്പോഴുള്ള ഒരു സീൻ തന്നെയാണ്. അതിപ്പോ അത്യാവശ്യം നമ്മളൊരു ടോപ്പിലെത്തില്ലടാ. സീനറിയാണ്. കോട അടിച്ചു വരുന്ന കാണുന്നുണ്ടോ? ഇതുണ്ടോ കോട പോകുന്നുണ്ടോ? ഇവിടുന്ന് താഴത്തേക്ക് ഉരുണ്ടു പോയി കഴിഞ്ഞാല് സൂപ്പർ ആവും. നമുക്ക് അടുത്തത് അവിടെ പോണം. ആ മല കണ്ടോ? ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അവിടെ നമുക്ക് അവിടെ പോകുമ്പോ ഹിഡൻ സ്പോട്ട് ഉണ്ട്, അതും കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ വ്യൂ. നമുക്ക് അത്രയും പക്ഷെ ഇവിടെ മൊത്തം കോടയാണ്, ഒന്നും കാണുന്നില്ല. പക്ഷെ കോടയുള്ളത് വേറൊരു വൈബ്, കോട ഇല്ലാത്തത് വേറൊരു വൈബ്. കോട ഇല്ലെങ്കിൽ എല്ലാം കാണാം. ഇവിടെ ഇപ്പൊ നൈസ് കാലാവസ്ഥയാണ്, നല്ല ചില്ലായിട്ട് സൂപ്പറായിട്ട് ഇവിടെ ശാന്തിയായിട്ടിരിക്കാം. നമ്മൾ കുറ്റിക്കാട്ടിൻ്റെ ഇടയിൽ കൂടി പിന്നെയും പോവുകയാണ്. അയ്യോ. അപ്പൊ ഗൈസ് നമ്മൾ എൻട്രൻസ് കടന്ന് അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. എന്താട്ടോ എൻട്രൻസ് കഴിഞ്ഞ് ഇങ്ങനെ വരണം. അവിടെയൊക്കെ ഇപ്പോൾ ഇതെന്ത് സാധനം കല്ലില് പക്ഷെ കല്ലൊക്കെ ഇട്ടുകൊണ്ട് സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുട്ടിയൊക്കെ കളിക്കാൻ കുട്ടിയൊക്കെയല്ല, എല്ലാവരും കളിക്കാം. ഇവിടെ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. ഇനി മലേന്റെ അറ്റാന്ന് തോന്നുന്നു. ഇവിടെ ഇരിക്കുന്ന സ്ഥലം കേട്ടോ. ഇതിലെ ഇറങ്ങി പോണം ഗൈസ്. ഇവിടെ വൈബാട്ടോ. ഇതാണ് താഴത്തെ സ്ഥലമൊക്കെ. അവിടെ വീടുകളും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് വ്യൂ. അതാവൻ താഴെ എത്തി. നമ്മൾ കുനിഞ്ഞൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ സീനാണ്. ഇവിടെയൊക്കെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു പ്ലേസ് വെറുതെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല, പാമ്പ് വല്ലതും ഉണ്ട്. പാമ്പ് വല്ലതും കടിച്ചു കഴിഞ്ഞാൽ ഇപ്പോ മൂഞ്ചി. തൊട്ടിട്ട് അടിച്ച് അവിടെ കളഞ്ഞിട്ടുണ്ടെ അവിടെ കിടക്കും. നമ്മള് തിരിച്ചു കയറുന്നതാണ് കഴിച്ച് പോയിട്ട്. നമുക്ക് ഇവിടെ ഇരിക്കാം കഴിച്ച് കുറച്ചു നേരം. അടുത്ത് ഇരിക്കുമ്പോള്ള അവിടെ ആള് പോകുന്നുണ്ട്. നമുക്ക് അവിടെ പോയിരിക്കും, അവിടെ ഇരിക്കാൻ ഒരു സീറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത് അങ്ങോട്ട് പോവാം. ഇത് 1, 2, 3 സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റും ഇവിടുന്ന് അല്ലേ? നമുക്ക് ഇവിടുന്ന് എണീറ്റ് അങ്ങോട്ട് പോവാം, ആ മല. ഓക്കെ. ഇവിടെ ഇപ്പൊ കൊറേ പേര് വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് അത്യാവശ്യം വെയിലായിട്ടുണ്ട്. കാറ്റടിക്കുന്നോണ്ട് എന്തെങ്കിലും അവിടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. അതേപോലെ സിംഗിളാന്ന് തോന്നുന്നു. അവനെ നമുക്ക് ആട്ടിക്കൊടുക്കാതെ. ചിലപ്പോ അവനെയൊന്നും ഞാൻ ഇല്ല. നമ്മള് പ്രകാശൻ ചെക്കനെ സഹായിച്ച്. എടാ നിങ്ങൾ സെയിം വെയിറ്റ് ആണെന്ന് തോന്നുട്ടോ. അവൻ പൊന്തി കോമഡിയാണ് അത് പൊട്ടിപ്പോട്ടോ.
ഹാപ്പി അവന് മെല്ലെ താത്തിട്ട് ഇറക്കുക അവന് താത്ത് ഓക്കെ. നമുക്ക് അപ്പുറത്തേക്ക് ഇതെന്താ സാധനം എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഓക്കെ ചെക്കപ്പ് ബൈ. എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇതുവഴി കയറി ഇങ്ങോട്ട് പോണം, അങ്ങോട്ട് അന്തപ്പക്കം. എടാ 800 മീറ്റർ ഇങ്ങനെ നടക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. അമ്പലല്ല, കല്ല് വെച്ചിട്ട് നമ്മളന്ന് പോയതല്ലേ അതിന്റെ മണ്ടേ മരത്തിന്റെ അപ്പോൾ അതാണ് അപ്പട്ട ഒരു മരം കാണിച്ചു തരാ. മരല്ലേ, അയ്യോ ആ മരത്തിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ടെന്റ് പോലത്തെ സാധനമൊക്കെ മനസ്സിലായി. കാറ്റടിച്ചിട്ടാന്ന് തോന്നുന്നു, ഒക്കത്തെ കാറ്റായിരിക്കും. അപ്പൊ നമ്മളെ പുതിയൊരു സംരംഭമാണിത്. ഏത് യൂട്യൂബ് ചാനൽ. അപ്പൊ എന്തേലൊക്കെ ആക്കുക. ഓക്കെ, എന്തേലും ആക്കുക അല്ലെന്ന് ഉദ്ദേശിച്ചത്. മണി അടിച്ചങ്ങ് പൊട്ടിക്കുക. അപ്പൊ നമ്മളിതാ മൂട്ടിലെത്താനായി. ഇവിടെ എത്താനായി. കല്ലും മുള്ളും താണ്ടി പോണം. മുള്ളു കുറവാണ്. അയ്യോ മടുത്ത് അവൻ്റെ വലിയുന്നില്ല. അവൻ ഇന്നലെ ലെഗിനാ കളിച്ചത് ജിമ്മില്. ഞാനും ലെഗാണ് കളിച്ചത്. ഞാൻ പവറല്ലേ, അവൻ ശിശുവാ. മരം ഏകദേശം വടിയാവാനായി. ഡ്രമ്മിൽ വെള്ളമുണ്ട്, മഴവെള്ളം. പിന്നെ ഒരു ദിവസം വരുമ്പോൾ കാണിച്ചു തരാം. നടക്കുന്നതാണ് താഴെ കാണിച്ചത്. നോക്കാം. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. കോടാമഞ്ഞ് വരുന്നുണ്ട്. അതാ ഇനിയിപ്പോ ക്യാമറയിൽ വെള്ളമായി ഒന്നും കാണാണ്ടാവും. കാണാണ്ടായി ഇല്ലാണ്ടായി. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, അത് നന്നായി. നമുക്ക് ഇവിടെ ഇരിക്കാം കുറച്ചു നേരം. ഓ മഴ പെയ്യുന്നുണ്ട്. ഇനിയിപ്പോ മേലെ പോയി കഴിഞ്ഞാൽ ടാസ്ക് ആവും അല്ലേ? അതാ നനഞ്ഞ് പിണ്ടിയായിട്ട് പോകേണ്ടി വരും. നമുക്ക് ആ മല പിന്നെ കയറാം അല്ലേ? അപ്പൊ നമുക്ക് തിരിച്ചു പോവാം. എടാ മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. പണി പാളി. അത് നനയും. എടാ ഇവിടൊക്കെ നനയാടാ. അവിടെ നനയുന്നില്ല.
കാറ്റടിച്ചിട്ടായി മഴ വരുന്നത്. എന്താ ഗൈസ്, ഒരു മഴ വന്ന് മഴ നിന്നില്ല. അപ്പത്തേക്ക് മൊത്തം മൂടിട്ടോ. ഭയങ്കര കാറ്റാ. നിങ്ങൾ അടിക്കുന്ന കേൾക്കുന്നുണ്ടോ സൗണ്ട്? ആർട്ടിഫിഷ്യലായിട്ട് കാറ്റുണ്ടാക്കുന്ന മഴ പെയ്തിട്ട് നമ്മളിത് ഈ കല്ല് അപ്പുറത്ത് പുറകുന്നാണ് കാറ്റിങ്ങോട്ട് അടിക്കുന്നത്. മഴ അവിടെ ഇങ്ങോട്ട് അടിക്കും. അപ്പൊ നമ്മൾ ഈ കല്ലിന്റെ മുന്നിലല്ലേ ഇത്, അപ്പൊ ഈ കല്ലിന്റെ പുറകിലാണ് മഴ അടിക്കുക. നമ്മൾ നനയില്ല. പക്ഷെ നനയുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ ചെറുതായിട്ട്. മഴ ലേശം കുറഞ്ഞോ? എങ്ങനെ കൈയിട്ട് നോക്കണം. കണ്ടോ, ഇവിടെ നിന്നാണ് മഴ. ഇവിടെ നിന്ന് ഇങ്ങനെ അറിയാം. കണ്ടോ, കോടയൊക്കെ പോന്തി പോന്തി പറന്നു വരുന്നു. എവിടെ കോട ഇറങ്ങുന്നു? ഇറങ്ങി വരുന്നു. കാറ്റുകൂടി, കോട ഇറങ്ങി, മഴ ലേശം. നമ്മൾ താഴെ എത്തി. ഫുള്ള് നടത്തി നീ പോയിട്ടോ. നമുക്ക് ഹെൽമെറ്റ് ഇടാം. ഹെൽമെറ്റ് മുഖ്യം വെയില. നമ്മള് തേച്ചു പോകാനുള്ള പ്ലാനിലാണ്. ഇവിടത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ്. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സെറ്റപ്പ് ആക്കുക. അപ്പോൾ നമ്മളെ പ്രകാശം പറഞ്ഞ പോലെ മണിവെല്ലൊക്കെ അടിച്ചു പൊട്ടിച്ച് ഉഷാറാക്കുക. നമുക്ക് അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കിടാം. അപ്പോൾ സെറ്റാക്കുക. ബൈ.